ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ ഭരണകൂടമാണെങ്കിലും മുസ്ലിം ഭരണകൂടമല്ലേ, മുസ്ലിങ്ങളല്ലേ എതിർക്കപ്പെടുന്നത്. ഇപ്പം മക്ക അടങ്ങുന്ന സൗദി അറേബ്യയെ എതിർക്കുന്നു ഇസ്രായേൽ. സൗദി അറേബ്യ ഇസ്രായേൽ എതിർക്കുകയാണെങ്കിൽ സൗദി അറേബ്യ വഹാബി രാഷ്ട്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനോട് മാനസികമായി അടുക്കരുത് എന്നാണോ? അതാരെയും പറയോ? മക്കയും മദീനയൊക്കെ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ആക്രമിക്കുകയാണെന്ന് കണ്ടാൽ ആ ആക്രമിക്കുന്ന രാഷ്ട്രം വഹാബി ഭരണകൂടമാണ്, അതുകൊണ്ട് ബിദ്അത്തിന്റെ ഭരണകൂടമാണ്, സുന്നികൾ അതിനോട് അടുക്കണ്ട, അതിനോട് മാനസികമായി അടുപ്പം വേണ്ട എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാവുമോ? വല്ലവരും? അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആശയങ്ങളെയൊക്കെ ആയിരിക്കും ഓരോരുത്തർ നിൽക്കുക. പക്ഷേ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയും മുസ്ലിമീങ്ങൾ എതിർക്കപ്പെടുകയും മുസ്ലിമീങ്ങൾക്ക് നേരെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ലോകത്തെ മുസ്ലിം ഉമ്മത്ത് എല്ലാവരും അതിൽ വേദനിക്കും. എല്ലാവർക്കും അതിന് മാനസികമായിട്ടുള്ള അടുപ്പവും മാനസികമായിട്ടുള്ള അനുഭാവവും എപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളോടായിരിക്കും എന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ജൂതന്മാർ എന്ന് പറയുമ്പോൾ ഏതായാലും അങ്ങനെ തന്നെ വരും. കാരണം ആ ജൂതന്മാരെ ഒന്നിച്ച് തടയുകയേണ്ട ഒരാണ് ഉമ്മത്ത് മുസ്ലിമ. ആ ഉമ്മത്ത് മുസ്ലിമയിൽ ബിദ്അത്തുകാരും ഉണ്ടാകും, സുന്നികളും ഉണ്ടാകും. ബിദ്അത്തുകാരാണെങ്കിലും അവർ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു ഇറാനോടുള്ള അനുഭാവം നമ്മളെല്ലാവർക്കും ഉണ്ടാകേണ്ടതുമാണ്.